യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെ. യേശു അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ സ്വർഗസ്ഥനായ മനുഷ്യപുത്രനല്ലാതെ ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പമുയർത്തി നാട്ടിയതുപോലെ തന്നെ മനുഷ്യപുത്രനെയും തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കുവാൻ ഉയർത്തി നാട്ടേണ്ടിയിരിക്കുന്നു. ദൈവം തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അവനെ നൽകുവാൻ തക്കവിധം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനായിട്ടല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവൻ വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവൻ ദൈവത്തിന്റെ ഏകപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ മുമ്പ് തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു. ന്യായവിധി ഇതാകുന്നു: പ്രകാശം ലോകത്തിലേക്ക് വന്നു, മനുഷ്യപ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു. എന്നാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുവാൻ അവൻ പ്രകാശത്തിലേക്ക് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവത്താൽ ഉള്ളതെന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. സ്ലീവാ പെരുന്നാളിന്റെ ദിവസത്തിൽ മോശ പിച്ച സർപ്പത്തെ ഉയർത്തതുപോലെ കർത്താവ് ഉയർത്തപ്പെട്ട കാര്യം നമ്മൾ ഓർക്കുന്നു. അവങ്കിലേക്ക് നോക്കി രക്ഷിതരാകുവാൻ നമ്മൾ ഈ സ്ലീവാ പെരുന്നാളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഓർക്കുന്ന ഒരു നല്ല പാരമ്പര്യം കൂടെ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുരിശിൻ്റെ അനുഭവങ്ങൾ പിശാചിനെ തോൽപ്പിക്കാനുള്ള ആയുധമാണെന്നാണ്. അതുകൊണ്ട് ഗോലിയാത്ത് കൊണ്ടുവന്നതായ വാളുകൊണ്ട് തന്നെ അവൻ്റെ കഴുത്തറക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. അപ്പോൾ നമുക്കെതിരായിട്ട് പിശാച് കൊണ്ടുവരുന്നതായ എല്ലാ എതിർപ്പുകളുടെ അനുഭവങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ നാമത്തിൽ നമ്മൾ അവനെ നേരിട്ടാൽ അവൻ കൊണ്ടുവരുന്ന ആയുധം കൊണ്ട് അവനെ തലയതയ്ക്കാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് പ്രതികൂലങ്ങൾ വരാൻ സമ്മതിക്കുന്നത്. പിശാച് എടുക്കുന്ന ആയുധം കൊണ്ട് അവനെ തോൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് യേശു രണ്ടാമത്തെ വരവിൽ മധ്യാകാശത്തിൽ ചെന്ന കർത്താവിനോട് ചേരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇന്ന് വായിക്കേണ്ട വിശുദ്ധ ലൂക്കോസ് 21-ാം അധ്യായം കൂടെ ഇപ്പോൾ ഓർക്കുകയാണ്. ചിലർ ദേവാലയത്തെക്കുറിച്ച് ഇത് വിശേഷപ്പെട്ട കല്ലുകൾ കൊണ്ട് കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് അരുളി ചെയ്തു, നിങ്ങൾ കാണുന്ന ഇവയിൽ ഇടിക്കപ്പെടാത്ത കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. ഗുരു, അവ എപ്പോൾ സംഭവിക്കും? അവ സംഭവിക്കുന്നതിന് മുമ്പുള്ളതായ അടയാളം എന്താകുന്നുവെന്ന് അവർ അവനോട് ചോദിച്ചു. അവൻ അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ വഞ്ചിക്കപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ മെസ്സിയാകുന്നുവെന്നും സമയമെടുത്തുവെന്നും പറയും. നിങ്ങൾ അവരെ അനുഗമിക്കരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അവ ആദ്യമേ സംഭവിക്കേണ്ടതാകുന്നു. എങ്കിലും അപ്പോഴും സമയം ആകുകയില്ല. ജനം ജനത്തിനും രാജ്യം രാജ്യത്തിനെതിരായി നിൽക്കും. പല സ്ഥലങ്ങളിലും വലിയ ഭൂകമ്പങ്ങളും ക്ഷാമവും അസന്ധിയും ഭയവും പരിഭ്രമവും ഉണ്ടാകും. ആകാശത്തിൽ വലിയ അടയാളങ്ങൾ കാണപ്പെടും. കൊടുങ്കാറ്റുകളും അതിവർഷവും ഉണ്ടാകും. എന്നാൽ ഇവയ്ക്ക് എല്ലാം മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. സുന്നഗോഗുകളിലും കാരാഗൃഹത്തിൽ നിങ്ങളെ ഏൽപ്പിക്കും. രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പാകെ നിങ്ങളെ ഹാജരാക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യത്തിന് ഇടയായി ഭവിക്കും. പ്രതിവാദത്തിന് നിങ്ങൾ മുൻകൂട്ടി ചിന്താഭാരപ്പെടാതെ കരുതിക്കൊള്ളുക. നിങ്ങൾ എതിരാളിയിൽ ആർക്കും ചേർത്ത് നിൽക്കുവാൻ കഴിയാത്ത വാക്ചാതുര്യവും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും സ്നേഹിതരും നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയും നിങ്ങൾ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകലരും നിങ്ങളെ ദ്വേഷിക്കും. എങ്കിൽ നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല. നിങ്ങൾ സഹനത്താൽ ജീവൻ നേടും. യെരുശലേമിനെ സൈന്യം വളഞ്ഞിരിക്കുന്നതായി കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തുവന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ യഹൂദിയയിലുള്ളവർ മലയിലേക്ക് ഓടിപ്പോകട്ടെ, പട്ടണത്തിലുള്ളവരും ഓടിപ്പോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ തിരിച്ച് പട്ടണത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. എന്നാൽ എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിനങ്ങളാകുന്നു അവ. അക്കാലത്തെ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും കഷ്ടം. ദേശത്തെ വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും സംഭവിക്കും. അവർ വാളിന് ഇരയാകും. അവരെ എല്ലാ സ്ഥലങ്ങളിലേക്കും അടിമകളായി കൊണ്ടുപോകും. വിജാതിയുടെ കാലം തികയുന്നതുവരെ അവർ യെരുശലേമിനെ ചവിട്ടിമെതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങളും ഭൂമിയിൽ ജനങ്ങൾക്ക് ഞെരുക്കവും സൗന്ദര്യത്തിന്റെ ഇരമ്പൽ നിമിത്തം മനോഭീതിയും ഭൂമിയിൽ വരുവാനിരിക്കുന്ന സംഗതിയെക്കുറിച്ചുള്ള ഭയനിമിത്തം മനുഷ്യർക്ക് പ്രാണഭയവും ഉണ്ടാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും പ്രാഭവത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എന്നാൽ ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ
നിങ്ങളുടെ രക്ഷ അടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ട് തല ഉയർത്തിക്കൊള്ളൂ എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ജീവിപ്പിക്കുന്ന കർത്താവും അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ കർത്താവിന് രണ്ടാമത്തെ വരവിലുള്ളതായ നമ്മുടെ പ്രത്യാശയും പുതുക്കിയിരിക്കുന്ന ഈ സമയം കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ അന്യജീവിതത്തിലുണ്ടായിരുന്ന കുരിശിനെ മുഴുവൻ നമ്മൾ കിരീടമാക്കുന്ന സഹനത്തിൽ എത്തിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കർത്താവിന് വരാനൊക്കാത്തത്. അപ്പോൾ നമ്മുടെ നേരെ പിശാച് അയക്കുന്ന എല്ലാ എതിർപ്പുകളും തടസ്സങ്ങളും അതിനെ നമുക്ക് കിരീടമാക്കാൻ സാധിക്കും. യേശുവിൻ്റെ രാജാവായ യേശുവിൻ്റെ ഇവിടെ കിരീടം വെച്ച് രാജ്ഞിയായിരിക്കാൻ വേണ്ടി ബെയർ ദ ക്രോസ് ആൻഡ് വിൻ ദ ക്രൗൺ എന്ന ഇംഗ്ലീഷിലുള്ള പഴഞ്ചൊല്ലനുസരിച്ച് കുരിശ് വഹിക്കാമെങ്കിൽ അത് കിരീടമാക്കാൻ സാധിക്കും. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു വരുന്ന യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദാവീദിൻ്റെ പ്രത്യേകത എന്താണ്? ദാവീദിനെ തൻ്റെ ദൈവാശ്രയം കൊണ്ട്, യേശുവിലുള്ള ആശ്രയം കൊണ്ട്, ഒരു കല്ലുകൊണ്ട്, കവണകൊണ്ട് ഗോലിയാത്തിനെ നെറ്റിയിൽ പതിച്ച് അവനെ താഴെ വീഴിച്ച് അവൻ കൊണ്ടുവന്ന വാളുകൊണ്ട് അവൻ്റെ കഴുത്തറക്കാൻ സാധിച്ചു. അവൻ പിശാച് എത്ര വലിയവനാണെങ്കിലും, അവൻ എത്ര വലിപ്പമുണ്ടെങ്കിലും, എത്ര ശക്തിയുണ്ടെങ്കിലും പേടിക്കേണ്ട. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ, സ്വർഗത്തിലെ പിതാവിൻ്റെ നാമത്തിൽ അവനെ നേരിട്ടാൽ മതി. അവൻ നമുക്കായിട്ട് ഒരുക്കുന്ന എല്ലാ കുരിശിനെയും നമുക്ക് ഉയർപ്പിൻ്റെ അനുഭവമാക്കാൻ സാധിക്കും. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാത്രമേ നമുക്ക് യേശുവിനോട് ചേരാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു പൊരുത്തക്കേടുണ്ട്. മണവാളൻ ഉയർത്തെഴുന്നേറ്റവനും മണവാട്ടി ഉയർക്കാത്തവളുമാണ്. നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഓരോ ദിവസത്തെ കുരിശിൻ്റെ അനുഭവത്തിൽ ദേഹി ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ആ ശരീരം കൂടെ ഉയർക്കാനൊക്കെ ഉള്ളൂ. അതിന് യേശുവിനുണ്ടായവരുള്ള കുരിശിൻ്റെ അനുഭവങ്ങളെ സ്വാഗതം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അതിനെ നേരിടുമ്പോൾ ഓരോ ദിവസത്തെ പ്രാണൻ യേശുവിൻ്റെ മാറിലാകും. യേശുവിൻ്റെ മാറിലാകുന്ന പ്രാണൻ മുഴുവനും ആത്മനിറവിൽ നമ്മുടെ ശരീരത്തിലേക്ക് മടങ്ങി വന്ന് അത് എവിടെ ചീഞ്ഞു നാറിക്കിടന്നാലും അവിടുന്ന് അതിനെ ഉയർപ്പിക്കാൻ സാധിക്കും. അവിടുന്ന് നമ്മളെ മണ്ണോട് മണ്ണ് ചേർന്നാലും ഉയർപ്പിച്ച് യേശുവിൻ്റെ ശരീരത്തോട് ചേർക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിൽ കുരിശിൻ്റെ അനുഭവങ്ങൾ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ എത്തിക്കുമെന്നുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് കർത്താവേ നിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ പ്രത്യാശയോടെ കുരിശെടുത്ത് ഇടം പ്രാപിപ്പാൻ നമുക്ക് ആ കൃപയാണ് ഇപ്പോൾ യാചിക്കാൻ പോകുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ നിരാശകളോടും എല്ലാ അവിശ്വാസങ്ങളോടും യാത്ര പറയാൻ നമ്മൾ ഒരുവനപ്പെട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ മാതാഗുരുന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശ്രീവാ പെരുന്നാളിൽ സംബന്ധിപ്പാൻ അവസരം തന്ന കർത്താവിന് നന്ദി പറയാം. ശ്രീവായുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം നടത്താറുണ്ട്. കർത്താവിൻ്റെ കാൽവറി മരണത്തിൻ്റെ കാര്യം ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശിനെ നോക്കി ആരാധിച്ച് ധ്യാനിക്കുന്നു. പാതി ബുധനാഴ്ച അമ്പൂനോമ്പിൻ്റെ മധ്യത്തിൽ ഈ കുരിശിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ മാസം 14 തീയതി ഈ ശ്രീവായുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഈ 3 പെരുന്നാളിലും കുരിശിൻ്റെ പല വശങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പഴയ നിയമത്തിലെ കുരിശിൻ്റെ ദൃഷ്ടാന്തമാണ് പിച്ചള സർപ്പത്തെ ഉയർത്തി രക്ഷപ്പെട്ട കാര്യങ്ങൾ ഓർപ്പിച്ച് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ചരിത്രത്തിൽ കർത്താവ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഭൂമിയുടെ മധ്യത്തിൽ ഉയർത്തപ്പെട്ട കാര്യം നമ്മൾ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ച, നല്ല വെള്ളിയാഴ്ച നമ്മൾ അങ്ങനെ ധ്യാനിക്കുന്നു. കർത്താവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ ഉപയോഗിച്ച ഒരായുധമാണ് കുരിശ്. കർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച ഒരായുധമാണ് കുരിശെങ്കിലും കർത്താവ് പിശാചിനെ കൊല്ലുന്ന ആയുധമാക്കി മാറ്റിയെന്നുള്ളതാണ് ശ്രീവാ പെരുന്നാളിൻ്റെ വിജയരഹസ്യം. അപ്പോൾ ശത്രു എടുക്കുന്ന ആയുധം കൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കും. മരണത്തെ കൊല്ലുവാൻ, മരണത്തെ തകർക്കുവാൻ കർത്താവ് തന്നെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധമായ കുരിശിനെ തന്നെ ഉപയോഗിച്ചു എന്നുള്ളത് ചരിത്രം തെളിയിച്ചിരിക്കുന്നു. കർത്താവിനെ കുരിശിച്ച ആ കുരിശ് കർത്താവിൻ്റെ രക്തം കൊണ്ട് കുതിർന്നതായിരുന്നു. ആ കുരിശ് കർത്താവിൻ്റെ കബറടക്കത്തിന് ശേഷം മണ്ണിൽ മറവ് ചെയ്തു. 3 കുരിശുകളും മറവ് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ആ 3 കുരിശുകളും ഒന്നിച്ച് തന്നെ മറവ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കേലനി രാജ്യം ക്രിസ്തുനിയോസ് രാജാവ് ക്രിസ്ത്യാനികളായതിനു ശേഷം അവർക്ക് ഈ കുരിശിനെക്കുറിച്ച് ഒരു ജിജ്ഞാസ. ആ കുരിശിന് എന്തു സംഭവിച്ചു, ആ കുരിശ് എവിടെയാണെന്ന് അറിഞ്ഞ് അവർ തപ്പിപ്പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മരണത്തിനിടയാക്കിയ കുരിശിനെ കർത്താവ് ജീവനുള്ളതാക്കി പിശാചിനെ കൊല്ലുന്ന, പിശാചിനെ തകർക്കുന്ന, പാതാളത്തെ തകർക്കുന്ന ഒരായുധമായതിനെ മാറ്റി എന്നുള്ളത് ഈ ക്രിസ്തുനിയോസ് രാജാവാണ് തെളിയിച്ചത്. ഈ കുരിശിൽ ഒരു മൃതശരീരം വെച്ചപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെ 3 കുരിശുകളെ
പരിശോധിച്ചപ്പോൾ ഒരു കുരിശിൽ വെച്ചപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായില്ല. അത് ഇടതുവശത്തെ കള്ളൻ്റേതാണെന്ന് അവർ നിഗമനത്തിലെത്തി. വലതുവശത്തെ കുരിശിൽ വെച്ചപ്പോൾ ഒരു ചെറിയ അനക്കം വന്നു എന്നാണ് പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ കുരിശയിൽ വെച്ചപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റെന്ന് പറയും. ആ ശരീരം, മരിച്ച ശരീരം. അപ്പോൾ വലതുവശത്തെ കള്ളൻ്റെ കുരിശ് യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് യേശുവിനെ രാജാവായി അംഗീകരിച്ച് സത്യവിശ്വാസം ഏറ്റുചൊല്ലപ്പോൾ താൻ പർദീസായിലേക്ക് കർത്താവിനടുത്ത് പോട്ടപ്പോൾ തനിക്കുണ്ടായ കുരിശിൻ്റെ രക്ഷാകരമായി. തൻ്റെ കുരിശ് തൻ്റെ പാപത്തിൻ്റെ ഫലമായി തനിക്ക് ശിക്ഷയാണെങ്കിലും ആ കുരിശിൽ കിടന്നുകൊണ്ട് താൻ പാപം ഏറ്റുപറഞ്ഞ് ഇടതുവശത്തെ കള്ളനെ ശാസിച്ച് നമ്മൾ കുറ്റക്കാരായിട്ടാണ് ഈ കുരിശിൽ കയറിയിരിക്കുന്നത്, ഇയാളെ കുറ്റക്കാരനല്ല, നമ്മുടെ കുറ്റങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നതെന്ന് പറഞ്ഞ് സത്യവിശ്വാസം ഏറ്റുചൊല്ലിയപ്പോൾ വലതുവശത്തെ കള്ളൻ പർദീസായിൽ കയറി. തൻ്റെ കുരിശിൻ്റെ അനുഭവം ഉയർപ്പിൻ്റെയും പർദീസായിലേക്കുള്ള പോക്കിൻ്റെ വഴിയായി തീർന്നു. കുരിശ് ഒരു പാലമാണ്, കുരിശ് ഒരു വഴിയാണെന്നുള്ള സത്യം അവിടെ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന നാൾതോറുമുള്ള കുരിശുകൾ പാലമാകുന്നുണ്ടോ അതോ ഇടർച്ചയുടെ കുഴിയായി മാറുന്നുണ്ടോ? 3 കുരിശുകൾ ഇന്നും ഉണ്ട് ലോകത്തിൽ. വലത്തുവശത്തെ കള്ളൻ്റെ കുരിശും ഇടതുവശത്തെ കുരിശും കർത്താവിൻ്റെ കുരിശും. ആ കുരിശിൻ്റെ അനുഭവങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ഏതാണത്, നമ്മളത് യേശുവിൻ്റെ കുരിശാക്കി അതിനെ മാറ്റാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പൗലോസ്ലീഹ നമുക്ക് തന്നിരിക്കുന്നത്. നാൾതോറും കുരിശിനെ പ്രശംസിക്കാമെങ്കിൽ, കുരിശിൻ്റെ അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്താമെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണനെ നമുക്ക് ഉയർപ്പിക്കാൻ സാധിക്കുമെന്നാണ്. എല്ലാ ദിവസവും നമുക്ക് കുരിശുണ്ടാക്കി തരാൻ ആളും കാണും. അവർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും കുരിശ് നമുക്ക് തരുന്നത്. പക്ഷേ നമുക്കത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുരിശിനെ നമുക്ക് രക്ഷയുടെ വഴിയാക്കി ഉയർപ്പിൻ്റെ പാലമാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പ്രത്യാശിക്കുവാന്ന് പറയട്ടെ. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ആരാധനക്രമത്തിൽ എല്ലാ രാത്രി പ്രാർത്ഥനയും ഉയർപ്പിൻ്റെ ശുശ്രൂഷയാണ്. രാത്രി പ്രാർത്ഥനയ്ക്ക് 4 കൗമായുണ്ട്. 4ാം കൗമായിൽ പള്ളിയിലാണ് ആരാധന നടത്തുന്നതെങ്കിൽ അടച്ചിട്ടിരുന്ന തിരശ്ശീല മാറ്റി തോണോസിൽ ദീപം കത്തിച്ച് ഹല്ലേലൂയ പാടി പിതാക്കന്മാർ ഉയർപ്പിൻ്റെ അനുഭവം ആസ്വദിച്ചിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ളത്. എല്ലാ രാത്രിയിലും നമുക്ക് ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാക്കാം. തലേ ദിവസം പകലത്തെ നമ്മുടെ കുരിശിൻ്റെ അനുഭവങ്ങൾ വരുന്ന രാത്രിയിലെ പ്രാർത്ഥനയിൽ ഉയർപ്പിൻ്റെ അനുഭവമാക്കാൻ സാധിക്കും. ആ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ഓരോ കുർബാനയും പുത്തൻ കുർബാനയാക്കാൻ സാധിക്കും. ഏതെങ്കിലും ദിവസത്തെ കുർബാന പഴയതായി തോന്നുന്നെങ്കിൽ, മടുപ്പനായി തോന്നുന്നെങ്കിൽ നമ്മളുടെ പ്രാണൻ ഉയർത്തെഴുന്നേറ്റില്ലെന്നാണ് എൻ്റെ അർത്ഥം. എല്ലാ ദിവസത്തെയും പ്രാണൻ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അപ്പോൾ പുത്തൻ കുർബാനയായിരിക്കും, ഒരിക്കലും മടുപ്പ് തോന്നുകയില്ല. അങ്ങനെയാണ് ആശ്രമങ്ങളിൽ നിത്യകുർബാന നടക്കുന്നത്. ചില സഭകളിൽ എല്ലാ പള്ളികളിലും ഒരു കുർബാനയില്ല, പല കുർബാനകൾ നടക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ദിവസത്തെയും ജീവിതം കുർബാനയാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാനും കാണിക്കാനും അനുഭവിക്കാനും സാധിക്കും എന്നുള്ള പ്രത്യാശയിൽ സങ്കേത ഭവനത്തിൽ നമ്മൾ ഈ കാര്യം അനുഭവിച്ചറിയാൻ വേണ്ടി തയ്യാറാകുകയാണ്. അടുത്ത മാസമാകുമ്പോഴേക്കും എല്ലാ ദിവസവും കുർബാനയുള്ള സ്ഥലമായി ഇത് മാറാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ചില ഞായറാഴ്ചകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസങ്ങളിലും 6 തൊട്ട് 8 വരെയോ 9-നകം ആരാധനയ്ക്ക് ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകാൻ പറ്റിയ വിധത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് സംബന്ധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതിനൊരുങ്ങി ഞാൻ മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ശ്രീവാൻ പെരുന്നാളിലൂടെ ആഘോഷിക്കുവാനും ഈ സമയത്ത് ഈ ആരാധന നടത്തുവാനിടയാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ സങ്കേത പട്ടണം, ഈ സങ്കേത ഭവനം നമുക്കെന്നും യേശുവിൻ്റെ സങ്കേത സ്ഥാനമായി മാറുവാൻ, ഇതിനെ അനേകർക്ക് സങ്കേതമാകുവാൻ നമ്മൾ ഒരുക്കുകയാണ്. അത് ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ദിവസത്തെയും കുരിശിൻ്റെ അനുഭവത്തെ സ്വാഗതം ചെയ്യാം. രാത്രി പ്രാർത്ഥനയിലെ ഹല്ലേലൂയ പാടുമ്പോൾ നമ്മുടെ കുരിശിൻ്റെ അനുഭവത്തിൽ മരിച്ച പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് യേശുവിനെ മാറിലെത്തിയിട്ട് അത് ആത്മാറവായി മടങ്ങി വരുന്ന അനുഭവത്തിൽ അങ്ങനെ നമ്മൾ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ ആത്മാക്കളെ ഉയർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ദിവസത്തെയും പ്രാണൻ രാത്രി പ്രാർത്ഥനയിൽ ഉയർക്കുന്നു, ശരീരം യേശുവിൻ്റെ ആരോഗ്യം ഉയർക്കും. അങ്ങനെ 3 കാലത്ത് 3 വിധത്തിലാണ് നമ്മുടെ ഉയർപ്പിൻ്റെ അനുഭവം. അങ്ങനെ പ്രാണൻ 100% ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പം യേശു വന്നാൽ നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു പോകാൻ സാധിക്കും. മരിച്ചു പോയാലും പേടിക്കേണ്ട, കവറിൽ നിന്ന് എഴുന്നേക്കാം. യേശു വരുമ്പോൾ നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരം പോലെയാണ് നമുക്ക് കർത്താവിലേക്ക് പറന്നുയർന്ന് കർത്താവിന് മണവറയിലെത്താമെന്നുള്ള പ്രത്യാശയിൽ നാൾതോറുള്ള കുരിശിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ലീവാപ്പെരുന്നാൾ നമുക്കെന്നും സ്ലീവായ കുരിശ് ജീവനുള്ളത് ജീവിപ്പിക്കുന്നതാക്കി. യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിനെ ജീവനുള്ളത് ജീവിപ്പിക്കുന്നതാണ് തെളിയിച്ചത് കുസ്തന്തീനോസ് രാജാവിൻ്റെ ആ അന്വേഷണത്തിലാണ്. അതുകൊണ്ടാണ് ഈ പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല അനുഭവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങൾ 3 പുരോഹിതന്മാർ ഒത്തൊരുമിച്ച് രാജകീയ പുരോഹിതവർഗമായ സഭാംഗങ്ങളോടൊത്ത് ഞങ്ങളുടെ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് സിൽവാപെരുന്നാൾ ആഘോഷിച്ചിരിക്കുന്നു. ഞങ്ങൾ നാൾതോറും ഇവിടെ എല്ലാ കുരിശുകളെയും, ഞങ്ങൾ ആത്മീയവും മാനസികവും ശാരീരികവുമായ തലങ്ങളിലെ എല്ലാ നഷ്ട സങ്കടങ്ങളെയും വിശുദ്ധന്മാർ സ്വാഗതം ചെയ്തതുപോലെ, പൗലോസ്ലീഹ സ്വാഗതം ചെയ്തതുപോലെ സ്വാഗതം ചെയ്ത് ഞങ്ങൾ അതിനെ ഉയർപ്പിൻ്റെ ആയുധവും രക്ഷയുടെ പർദീസായിലേക്കുള്ള പാലവുമാക്കുവാൻ ഞങ്ങൾക്ക് വരുന്ന എല്ലാ കഷ്ടതകളെയും പർദീസായിലേക്ക് കടക്കുന്ന ആ ഗർത്തത്തിലെ പാലമാക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധന്മാർ പഠിപ്പിച്ചതിനാണ് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുരിശിൻ്റെ നീളം കുറച്ചാൽ ആ പാലത്തിൻ്റെ പണി ചെയ്യാതെ ആ കുരിശ് താഴോട്ട് കുഴിയിലേക്ക് പോകുന്നുള്ള കഥയും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുരിശിന് ഒരിക്കലും നീളം കുറയണ്ട, അതിനെ നീളം കൂട്ടി അനേകരെ കാട്ടുന്ന പാലമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്കുവാനായിട്ട് തരുന്നു.